പാക് ആർമിയിൽ വലിയ പഠനപ്പിണക്കങ്ങൾ നടക്കുന്നു. പാക് ആർമി ചീഫിനെ തന്നെ മാറ്റുന്ന സ്ഥിതിയിലേക്ക് പാകിസ്ഥാൻ പോകുന്നു. ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് ഈ വലിയ ആക്രമണത്തെ രാജ്യം പ്രതിരോധിക്കുക? പുതിയ പട്ടാള മേധാവിയുടെ ചിത്രമാണ് ഷംഷാദ് മിർസ അസീം മുനീറിനെ അട്ടിമറിച്ചിരിക്കുന്നു എന്നാണ് പാകിസ്ഥാനിൽ നിന്ന് വരുന്ന വാർത്തകൾ. നേരത്തെ തന്നെ അസീം മുനീർ പാകിസ്ഥാന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അത്തരം ചില വിമർശനങ്ങൾ പല സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലും ഉണ്ടായിരുന്നു. അപ്പോൾ അസീം മുനീർ വിളിച്ചു വരുത്തിയ ഒരു ആക്രമണം, പഹൽഗാമിൽ ഇന്ത്യക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഒരുപക്ഷെ അതിനെ തുടർന്നുള്ള ഇന്ത്യയുടെ ഈ തിരിച്ചടി, ഇതിനെല്ലാം വഴിയൊരുക്കിയത് അസീം മുനീർ ആണെന്നുള്ള ഒരു തിരിച്ചറിവിലേക്കാണ് പോയതിന്റെ ഭാഗമായിട്ടാണോ ഈ ഒരു പട്ടാള അട്ടിമറിക്ക് അല്ലെങ്കിൽ പട്ടാള തലപ്പത്തെ മാറ്റത്തിന് പാകിസ്ഥാൻ തയ്യാറായിരിക്കുന്നത്? അതല്ല, അസീം മുനീറിനെ കൊണ്ട് ഇന്ത്യയെ നേരിടാൻ കഴിയുന്നില്ല എന്ന് കരുതിക്കൊണ്ടുള്ള ഒരു സ്ഥാനമാറ്റമാണോ അവിടെ സംഭവിച്ചിരിക്കുന്നത്? ഏതായാലും ഇസ്ലാമാബാദിൽ അസീം മുനീറിന്റെയും പാക് പ്രധാനമന്ത്രിയുടെയും ഒക്കെ വീടിന് സമീപം സ്ഫോടനം നടന്നു എന്നുള്ളത് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തയാണ്. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ തന്നെ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് മാറ്റി എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. അതിനിടയിലാണ് പട്ടാള മേധാവിയെ പാകിസ്ഥാൻ മാറ്റി എന്നുള്ള ഒരു വാർത്ത കൂടി വരുന്നത്. ഈ രാത്രി പാകിസ്ഥാനെ സംബന്ധിച്ചത് കാളരാത്രിയാണ്. ഈ നേരം പുലരുമ്പോൾ പാകിസ്ഥാനിൽ എന്തൊക്കെ ബാക്കിയുണ്ടാകും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും.